ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടേരി വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിലവർക്കൊക്കെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഈ കാണുന്ന കപ്പിൽ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ ഈ പച്ചവെള്ളമാണ് കേട്ടോ, അത് ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം അങ്ങനെ കഴുകി എടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ കഴുകി എടുക്കണേ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമ്മളത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നേരത്തെ അരി എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്നും പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചരിയും 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം 2 മണിക്കൂർ തന്നെ കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഉഴുന്നൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ അരിയൊക്കെ വെള്ളമൊക്കെ കളഞ്ഞ് ഞങ്ങളിപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരി മാത്രമാണ് കേട്ടോ ആദ്യം ഞാൻ അരച്ചെടുക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിലാണ് കേട്ടോ ഉഴുന്നിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ വെള്ളം അരിയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഐസ് വെള്ളമാണ് കേട്ടോ അത്. അതിൽ നമ്മൾ അരി അരച്ചെടുക്കാം. പിന്നെ വേറെ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഫ്രിഡ്ജിൽ വെക്കണം. ഐസും വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടായി കിട്ടില്ല. ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് പൊന്തി വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അരി അരച്ചതിന് ശേഷം ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നും പച്ചരിയും ഉലുവയും ഒക്കെ കൂടി ഐസ് വെള്ളത്തിൽ അരച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 2 സെക്കൻഡ് നമ്മൾ കൈ വെച്ച് ഇതേപോലെ നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കുക. നല്ലപോലെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡെങ്കിലും നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം കൈ വെച്ചിട്ട്. അങ്ങനെ എന്നിട്ട് നമുക്കിതിപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മാവൊക്കെ നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ മാവ് എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ്, പഞ്ഞ് പോലെ ഇരിക്കുന്ന മാവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാവൊക്കെ പതേ നല്ല പോലെ തന്നെ പതഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ അതേ മാവൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ നമുക്കിതിലേക്ക് ഓരോന്നിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം നിറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോവും. അപ്പോൾ ഞാൻ ഒരു മീഡിയത്തിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഞാനിപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗമാവും. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.